ശ്രീ ജയരാജ്, ഇന്ന് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിന്റെ വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കുറെ കൂടി ഗൗരവതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. ശബരിമല ക്ഷേത്രത്തിൽ അതിന്റെ ഭരണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയാണ്. സ്വർണ്ണപ്പാളികളിലെ തൂക്കക്കുറവ് മനഃപൂർവ്വം തിരിമറിയാകാമെന്നാണ് ഹൈക്കോടതിയുടെ നിഗമനം. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ച. സ്വർണ്ണപ്പാളികളിലെ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാമെന്ന് വിമർശനം. അതായത് വളരെ കൃത്യമായി ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളിലെ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാം. അപ്പോൾ ഈ 4 കിലോ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ചില നിഗമനങ്ങളിലേക്കൊക്കെ ഹൈക്കോടതി എത്തുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈ കഴുകാൻ കഴിയുമോ ഇടതുപക്ഷത്തിന്, സർക്കാരിന്, ദേവസ്വം ബോർഡിന്? ഡോക്ടർ ബി ജയരാജ്. ഇതിനകത്ത് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സാധനത്തിനകത്തുനിന്ന് ചീങ്ങിയെടുക്കാൻ പറ്റത്തില്ല. ഈ സാധനം സ്വർണ്ണം എടുക്കാൻ പറ്റത്തില്ല. ഉരുക്കിയെടുക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഒരുക്കി കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചുണ്ടാക്കാനും പറ്റത്തില്ല ഈ ദ്വാരപാല വിഗ്രഹം. അതാണ് ഞാൻ ഗോൾഡ് മെർച്ചൻറ്റ്സ് കുറേ ആളുകളുമായിട്ട് ശില്പികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ഈ ചർച്ച വന്നത്. അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു സാധനം ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ കൊണ്ടുപോയിട്ട് 4 കിലോ കുറവുള്ളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന അല്ലാതെ വേറൊരു രീതിയിലൂടെ ഇതുപോലെ സ്വർണത്തിനകത്ത് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ തങ്കവും സ്വർണവും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്നത് കണക്കോലുള്ള വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇക്കാര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ അവർ ബന്ധപ്പെടുന്നത് തന്നെ ഈ സ്വർണത്തിന്റെ 95% റിക്കവർ ചെയ്യാം. എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് നിർമ്മിച്ചു കൊടുക്കുന്ന സ്വർണ്ണപ്പാളി അത് 95% റിക്കവർ ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഉരുക്കുമ്പോൾ അങ്ങനെ അങ്ങ് മാഞ്ഞു പോകുന്നതല്ല, ആവിയായി പോകുന്നതല്ല ഈ 4 കിലോ. വളരെ കൃത്യമായി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ടാകണം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെടുന്നതും അവിടെ തന്നെ ഈ പാളികളുടെ നിർമ്മാണം ഈ സ്വർണം പൂശലൊക്കെ ഏൽപ്പിക്കുന്നതും. ഇതിനകത്ത് വേറെ ഒരു തിരിമറി ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനകത്ത് വെച്ച് അവിടം വരെ എത്തുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയത്തുള്ളൂ. അതിനു മുമ്പ് എനിക്ക് വളരെ ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവിധ പുരോഗമനപരമായ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് അത് ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ വൈക്കം സത്യാഗ്രഹമാകട്ടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിൽ ചാടിക്കടന്ന് മണിയടിച്ചത്. ചരിത്രത്തിന്റെ നമുക്ക് ചരിത്രം പിന്നീട് പറഞ്ഞു പോകാം. വർത്തമാനകാലത്തിൽ നിൽക്കൂ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു സംഗതി 2019 പാളിയുടെ ഭാരം 42 കിലോ ആയിരുന്നു എന്ന് ദേവസ്വം ബോർഡിന്റെ മഹസറിൽ തന്നെയുണ്ട്. ശില്പത്തിൽ നിന്ന് ഈ പാളി മാറ്റി 1.5 മാസം ഈ പാളികൾ ദേവസ്വം ബോർഡിന്റെ കൈവശമാണ് ഇരിക്കുന്നത്. ആ ഘട്ടത്തിൽ 4 കിലോ കുറഞ്ഞു എന്നതാണ് ഹൈക്കോടതിയുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായ കാര്യം. അപ്പോൾ അതങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങനെ അപ്രത്യക്ഷമായതൊന്നുമല്ല. വളരെ കൃത്യമായ ഒരു ക്രിമിനൽ പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി സംശയത്തോടെ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനത്തിനകത്തുനിന്ന് ഈ ദ്വാരപാലക ശില്പം ഉരുക്കിയെടുത്ത് അതിനകത്തുനിന്ന് സ്വർണം എടുത്തു മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് നടക്കുന്ന കാര്യവുമല്ല. ഈ പറഞ്ഞ കണക്കല്ല, സ്വർണ്ണപ്പാളിയിൽ നിന്ന് ഇനി ചീകിയെടുക്കാനാണെങ്കിൽ അങ്ങനെ ചീകിയെടുക്കുന്നതും എത്ര എളുപ്പമല്ല, അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ 4 കിലോ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ 4 കിലോ അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് കണക്കൂട്ടുകയാണെങ്കിൽ തന്നെ ഈ സാധനം നേരത്തെ ഒരു സാധനം 4 കിലോ കുറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഈ സാധനം അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പഴയ 4 കിലോ കുറഞ്ഞ സാധനം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഈ 4 കിലോ എടുത്ത് മാറ്റാനേ മാർഗമുള്ളൂ. അതല്ലാതെ വേറൊരു രീതിയിൽ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് അറിയാവുന്ന സ്വർണ്ണപ്പണിക്കാരെല്ലാം എന്നോട് പറഞ്ഞത്. ഇതിൽ ഒരു മറുപടി വേണം.